ഒരു നാടിനെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തി കണ്ണൂർ തൂവക്കുന്നിലെ 9 വയസ്സുകാരൻ മുഹമ്മദ് ഫൈസലിന്റെ മരണം. സംസ്കാരം തൂവക്കുന്ന് കല്ലുമ്മൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ഇന്നലെ വൈകിട്ടാണ് കൂട്ടുകാർക്കൊപ്പം പോകുന്നതിനിടെ തെരുവുനായകളെ കണ്ട് ഭയന്നോടിയ ഫസൽ കിണറ്റിൽ വീണ് മരിച്ചത്. സുഹൃത്തുക്കളുമൊത്ത് കളിച്ച ശേഷം വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് തെരുവുനായയെ കണ്ടോടിയത്. നായ പിറകെ വരുന്നത് കണ്ട് സമീപത്തെ പണി നടക്കുന്ന വീട്ടിലേക്കാണ് ഫസൽ ഓടിയത്. എന്നാൽ വീടിന്റെ മുൻപിലെ ആൾമറയില്ലാത്ത കിണർ കാണാതിരുന്ന കുട്ടി അതിൽ വീഴുകയായിരുന്നു. ഏറെ നേരം കഴിഞ്ഞും ഫസലിനെ കാണാത്തതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വൈകുന്നേരം കുട്ടി സ്കൂൾ വിട്ട് വീട്ടിൽ വന്നതിന് ശേഷം അന്നേരം തന്നെ കുട്ടികളോട് കളിക്കാൻ പോയതാണ്. അപ്പം 3-4 പേരുണ്ടായിരുന്നവർ. അപ്പം തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് തെരുവുനായനെ കാണുന്നതും പിന്നെ ഓടുന്നതും. അപ്പം വീട്ടിലേക്കുള്ള വഴിയിലേക്ക് കൂടി തന്നെയാണ് ഓടിയത്. പക്ഷേ ഇപ്പം പെട്ടെന്ന് ഇപ്പോൾ ഈ പണി തീരാത്ത വീട് കണ്ട് അപ്പോൾ അവിടത്തേക്ക് ഓടിക്കയറിയതായിരിക്കാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കിണർ പിന്നെ പുറത്തുനിന്ന് നോക്കിയാൽ കിണറാണെന്ന് തോന്നൂല. അപ്പോൾ അതുകൊണ്ടായിരിക്കും കിണറ്റിലേക്ക് അബദ്ധവശാൽ വഴുതി വീണതായിരിക്കാം. 5:30 മണിയോട് കൂടിയിട്ടാണ് അപകടം നടന്നിട്ടുണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കുട്ടികളെ എത്തുന്ന കിട്ടിയവരനുസരിച്ച്. പക്ഷെ 6:30 മണിയായിട്ടും കുട്ടി വീട്ടിലെത്താതായപ്പോഴാണ് ഈ വീട്ടുകാർ അന്വേഷണം നടത്തി. അപ്പോൾ ഈ സുഹൃത്തുക്കളായ കുട്ടികൾ പറഞ്ഞു ഇങ്ങനെ വൈകുന്നേരം 5:30 മണി സമയത്ത് നായ ഓടിയിരുന്നു. പിന്നെ നായെ കണ്ട് ഞങ്ങൾ കൂട്ടത്തോടെ ചെതറി ഓടിയിരുന്നു. അപ്പോൾ ആ സമയത്ത് കുട്ടി വീട്ടിലെത്തിയിട്ടുണ്ടാവും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. അങ്ങനെ കുട്ടിയെ കണ്ടെത്താതിനെ തുടർന്ന് സമീപ പ്രദേശങ്ങളിലൊക്കെ സെർച്ച് നടത്തി. അവസാനമാണ് ഈ കിണറിലും നോക്കിയത്. കിണറിൽ ആദ്യഘട്ടത്തിൽ കണ്ടിരുന്നില്ല. പിന്നീട് കിണറിലേക്ക് ഇറങ്ങി നോക്കി പരിശോധിച്ചപ്പോഴാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പലകഷ്ണം അതിൻ്റെതായാണ് മൃതദേഹം കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞത്. പ്രദേശത്ത് മുൻപും തെരുവുനായയുടെ ആക്രമണം ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു. ഈ പ്രദേശത്ത് രാവിലെ ഈ പറമ്പത്ത് നായകൾ കളിക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ കുട്ടികൾ വൈകുന്നേരം അവിടുത്തെ മുറ്റത്ത് നിന്നാണ് കളിക്കാറ്. അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ നായ വാങ്ങി അപ്പോൾ പെട്ടെന്ന് ഈ മുറ്റത്തോടെ തന്നെ ഓടിയതാണ്. കുട്ടി നേരെ കിണറ്റിൽ വീണ്. അപ്പോൾ പറമ്പത്ത് നമ്മൾ വൈകുന്നേരം 5:30 മണിക്ക് അങ്ങനെ പറമ്പത്താണ് ഇതാകുക. അപ്പോൾ കുട്ടീനെ കിണറ്റിൽ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ലല്ലോ. പിന്നെ 7:30 മണിക്ക് അങ്ങനെ കിണറ്റിൽ ഇറങ്ങി നാട്ടുകാരൻ തന്നെ ഇറങ്ങി. അപ്പോൾ ആദ്യം ഒരു പലകഷ്ണവും പിന്നെ ചളി അടിയിലുള്ള ചളിയാണുള്ളത്. അങ്ങനെ ചവിട്ടി 2 ചാക്ക് കിട്ടി. 3-ാമത്തെ കുട്ടീനെ. ഉസ്മാൻ ഫൗസിയ ദമ്പതികളുടെ മകനാണ് 4-ാം ക്ലാസ്സുകാരനായ ഫസൽ. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയായ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. തുടർന്ന് തൂവക്കുന്ന് കല്ലുമ്മൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സംസ്കരിച്ചു. ജനം, കണ്ണൂർ.